സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്താൽ ആശുപത്രികളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആരോഗ്യകരമായ ഭക്ഷണമാണ് പകുതിയിൽ കൂടുതൽ രോഗങ്ങളുടെ കാരണം. എന്നിട്ടും നമ്മളതിനെ വളർന്നതേയില്ല. നമ്മളത് മാറാതെയാണ് ബാക്കിയായിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അമൃത പദ്ധതി തന്നെയാണ്. ഈ മഹാവിഷ്ണു സത്രത്തിന്റെ ആലോചനകളിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എത്ര നാൾ നിങ്ങളുടെ ജീവിതത്തേക്ക് വരെ നിങ്ങൾ ആരുടെ കൈ കൊടുക്കാനുള്ള ആവശ്യമില്ല. നിങ്ങളുടെ പാത്രത്തിൽ നിങ്ങൾ തന്നെ നോക്കേണ്ടത്, നിങ്ങളുടെ അടുക്കളയിലേക്ക് നോക്കേണ്ടത്, എവിടെ നിന്ന് എങ്ങനെ എല്ലാം ഉണ്ടായി വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും മാരകമായ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. 35% ക്യാൻസറിന്റെ കാരണം ഭക്ഷണവും ജീവിതശൈലിയുമാണ്. ആഫീസർ പഠനങ്ങൾ പറയുന്നു, ലോകത്തെ പഠനങ്ങൾ പറയുന്നു. 35% ക്യാൻസറിന്റെ കാരണം, 3 കൂടുതൽ ക്യാൻസറിന്റെ കാരണം ഭക്ഷണമാണെന്ന് പറയുക. നമ്മൾ തിരുത്തൽ അതിനകത്ത് ഒരു തിരുത്തലും നമ്മൾ ആരും നിൽക്കുന്നതിലേക്കും അതൊരു തിരുത്തലായി ഈ മഹാവിഷ്ണു സത്രത്തിന്റെ ഭാഗമായ ഈ അമൃത ഭോജന പദ്ധതി ഉണ്ടാവട്ടെ. മഹാവിഷ്ണു സത്രം കഴിയുമ്പോൾ ഇവിടെ സ്ത്രീകളിൽ ഗ്രൂപ്പുണ്ടാക്കി അവരിലൂടെ കാളകണ്ഠ വിഷമെടുത്ത് കഴിച്ച ശിവന്റെ കഴുത്തിൽ പിടിച്ച് ഭൂമിയെയും ശിവനെയും സംരക്ഷിച്ച പാർവതിമാരാവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അങ്ങനെ കഴിയുന്നതോടുകൂടി ഒരു മാസം അതാണ് കഥാശമനക്കം പറഞ്ഞ ജൈവ കൃഷി എന്നതിലേക്ക് എത്തേണ്ടത്. വിഷരഹിതമായ ഭക്ഷണം ആയിരിക്കട്ടെ. എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞാൻ വിഷമുള്ള ഭക്ഷണത്തിലേക്ക് പോവില്ല എന്ന് തീരുമാനിക്കാം. ഇച്ചിരി മുഖ്യങ്ങളുണ്ടാകും. അതിനുവേണ്ടി മുഖ്യമാണ്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. അത് നിർവഹിക്കട്ടെ. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ നടക്കുന്ന 5ാമത് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം വൈശാഖ മാസത്തിൽ മെയ് 10 മുതൽ 17 വരെ വിപുലമായ പരിപാടികളോടെ നടക്കുന്നതിന്റെ ഭാഗമായി അമൃത ഭോജനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ഷേത്രത്തിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തുകയും സത്രത്തിന് വേണ്ടി വീടുകൾ തോറും കൃഷി ചെയ്യുന്നതിന് പച്ചക്കറി തൈകൾ വീട്ടമ്മമാർക്കും മന്ത്രി വിതരണം ചെയ്തു. അനാരോഗ്യപരമായ ഭക്ഷണമാണ് പകുതിയിൽ കൂടുതൽ മാരകമായ രോഗങ്ങൾ വരുത്തുന്നതിന് കാരണമെന്നും മനുഷ്യന്റെ ഭക്ഷണവും ജീവിത രീതിയും 35% കാൻസർ രോഗത്തിന് കാരണമെന്ന് ലോകാരോഗ്യ സംഘടനയും RCC പഠനങ്ങൾ പറയുമ്പോൾ നാട്ടിൽ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷി രൂപപ്പെടുത്താൻ കഴിയണമെന്ന് മന്ത്രി തുടർന്ന് പറഞ്ഞു. പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന്റെ ലോഗോ പ്രകാശനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. പഞ്ചദിവ്യ ദേശ ദർശൻ ചെയർമാൻ B രാധാകൃഷ്ണ മേനോൻ അധ്യക്ഷനായിരുന്നു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു, മാടപ്പള്ളി കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അനിന സൂസൻ, തെക്കുടുത്താനം കൃഷി ഓഫീസർ റസിയ A സലാം, പഞ്ചായത്ത് മെമ്പർ ദീപ ഉണ്ണികൃഷ്ണൻ, സത്രം കൺവീനർ വിനോദ് G നായർ, പ്രോഗ്രാം കൺവീനർ സുജിത് സുന്ദർ എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ ന്യൂസ്, തൃക്കൊടിത്താനം. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.